ഹരി ഓം നമഃ ശിവായ. ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം, സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള കടക്കെണിക്ക് കാരണമായിട്ടുള്ള വിഷയം തന്നെയാണ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ചിലർ ചോദിക്കേണ്ടത് എന്താണ് കടത്തെക്കുറിച്ച് ഇത്രയും എപ്പിസോഡുകൾ ചെയ്യാൻ കാരണം എന്ന്. കാര്യമായിട്ടാണോ തമാശയ്ക്കാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്നാൽ ഒരുപാട് പേര് കടക്കെണിയിൽ പെട്ടുഴലുന്നവരാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഈ ജീവിതത്തിൽ അവർ ആരെയും ഉപദ്രവിക്കുകയെന്ന് ചെയ്തിട്ടില്ല എന്നുള്ള പരാതികൾ. എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ കാരണം? അത് അജ്ഞത നിറഞ്ഞ ഒരു കാര്യങ്ങളായതുകൊണ്ടാണ് മുൻ എപ്പിസോഡുകളിലെല്ലാം മണ്ണ് സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, അതായത് വനത്തെ നശിപ്പിക്കുക, ഭൂമിയെ നശിപ്പിക്കുള്ള ദോഷങ്ങൾക്ക് പരിഹാരമാണ് കഴിഞ്ഞ 4 എപ്പിസോഡ് ചെയ്തത്. വൃക്ഷങ്ങളെ നശിപ്പിക്കുക, അങ്ങനെയുള്ള ദോഷങ്ങളാണെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതല്ല, നമ്മുടെ പൂർവികരുടെ മോക്ഷം കിട്ടാതെ കിടക്കുന്ന പൂർവികരുടെ ദോഷങ്ങളുണ്ടെങ്കിലും അപ്പോഴും നമ്മൾക്ക് കടം വന്നു കയറും. അതിന് പരിഹാരമായിട്ടാണ് ഒരു എപ്പിസോഡ് ഞാൻ ദർബയിലേക്ക് അർഘ്യം കൊടുത്ത് പരിഹാരം ചെയ്യാം എന്ന് ഒരു എപ്പിസോഡ് ചെയ്തത്. അതുപോലെ പിന്നെ പെണ്ണ് സംബന്ധമായിട്ട് നമ്മൾ സ്ത്രീകളെ നമ്മളാവണമെന്നില്ല, നമ്മുടെ പൂർവികരോ നശിപ്പിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിലും ആ സ്ത്രീ ശാപങ്ങളും മാതൃശാപങ്ങളായി നമുക്ക് തലയ്ക്ക് മുകളിൽ നിൽക്കും. ആ സ്ത്രീ ശാപത്തിനും കൂടെ ഇതിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഗുരുശാപങ്ങളും ഇതിന് കാരണങ്ങളാവാം. നമ്മൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ബന്ധം ഗുരു-ശിഷ്യ ബന്ധമാണ്. ഒരു വാക്കോ ഒരു നോട്ടോ പോലും ഗുരുവിന് അപ്രിയമായി വന്നാൽ ആ ജീവിതം അവന് ദുസ്സഹമായി തീരും. ഇവിടെ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഗുരുക്കന്മാരെ ആരാധിക്കുന്ന പരിപാടി കുറവാണ്. മറ്റുള്ള മതസ്ഥരെ ശ്രദ്ധിച്ചുള്ള അവരുടെ വീട്ടിലൊരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ ഗുരു എന്ന രീതിയിൽ പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ മുക്രീക്കൊക്കെയാണ് അവർ സൽക്കരിക്കുക. അത് ഗുരുവാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം വിജയിക്കുള്ളൂ. ദേവേന്ദ്രൻ പോലും അസുരന്മാരുമായി യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഗുരു ഇല്ലാത്ത സമയത്തായാണ്, ബൃഹസ്പതി ഇല്ലാത്ത സമയത്താണ് ആ യുദ്ധങ്ങളെല്ലാം തോൽക്കാനും ഒളിച്ചു താമസിക്കാനൊക്കെ യോഗം വന്നത്. നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ എറണാകുളത്തൊരു വീട് വെച്ചു. അതിൻ്റെ പാലുകാച്ചലിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എല്ലും കോലായിട്ടൊരു മനുഷ്യൻ വന്നിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ, ഇതെൻ്റെ ഗുരുവാണ്, ഈ ഗുരുവാണ് എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. നമ്മൾ മലയാളികൾ അങ്ങനെ സമ്മതിക്കില്ല. എല്ലാവരും ഹിന്ദു വിശ്വാസികളാണ്, ക്രിസ്ത്യനും മുസ്ലിം എല്ലാവരും. പക്ഷേ പബ്ലിസിറ്റി ഹിന്ദുസത്തിന് കൊടുക്കില്ല. അതൊരു അവജ്ഞ പോലെയാണ് ഹിന്ദുസം എല്ലാവരും. എന്നാൽ എല്ലാവരും ഇതിൽ വിശ്വസിക്കുന്നവരാണ്. സിനിമാ ലോകത്തൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പബ്ലിക്കിൽ ഹിന്ദുസിനെ അധിക്ഷേപിക്കും. ഇങ്ങനൊരു
മാറ്റർ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളെല്ലാവരും ബുദ്ധിജീവികളാണെന്ന് സ്വയം നമ്മളെ രാഷ്ട്രീയക്കാർ ഉദ്ഘോഷിക്കുമ്പോൾ നമ്മൾ അങ്ങനെയായി തീരുക. കുഞ്ഞുമക്കളെ, നമ്മളുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് എതിരായി ഏതൊരു വ്യക്തിയോ ഏതൊരു രാജ്യമോ നിലനിൽക്കില്ല. ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ആത്മീയത മാത്രമേ ലോകത്ത് നിലനിൽക്കുള്ളൂ. എന്തൊരു കാര്യവും ആത്മീയതയോടുകൂടി ചെയ്താൽ മാത്രമേ കരകയറൂ. വലിയ കോടീശ്വരന്മാരെല്ലാവരും ആത്മീയ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവും. നശിക്കാനൊന്നുമില്ലാത്തവരാണ് ഇതൊന്നും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയും, നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരായി വർത്തിക്കാൻ, അറിവ് അന്വേഷിക്കുക, ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരും. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ആ ഗുരു ശിഷ്യ ബന്ധത്തിൽ നിന്നുള്ള ഗുണങ്ങൾ വരണമെങ്കിൽ പാർത്ഥൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ പാർത്ഥനോട് പറയുന്നുണ്ട്, നീ എന്നെ ഗുരുവായി കാണാൻ, അപ്പോഴാണ് എനിക്ക് നിന്നിൽ കൂടുതൽ ഗുണങ്ങൾ തരാൻ പറ്റുകയുള്ളൂ. ഗുരുവാണ് ഈശ്വരൻ. അച്ഛനമ്മയൊന്നും നമ്മളെ ശപിക്കില്ല, ശപിച്ചാൽ തന്നെ അത് ഏൽക്കില്ല, കുറച്ച് നാളാകുമ്പോൾ അത് മാറും. ദൈവവും നമ്മളെ കോപിക്കില്ല, കാരണം ദൈവം എല്ലാവർക്കും നന്മ തരാൻ വേണ്ടിയാണ്. പക്ഷെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ഗുരു ചിലപ്പോൾ ശപിച്ചെന്ന് വരാം, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കടക്കെണിയിൽ നിന്ന് ഉയർച്ച വരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, വീട്ടിലൊരു വിളക്ക് കത്തിക്കുക, അത് ഗുരുവായി സങ്കല്പിച്ച് വിളക്ക് കൊളുത്തുക, അതിൽ 18 സിദ്ധന്മാരെ കാണുക, ശങ്കരാചാര്യരായി കാണുക, ആ ഈശ്വരനെ മാത്രം പൂജിക്കുക. സകല ഈശ്വരന്മാരും നിങ്ങളെ തേടി വരും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കടക്കെണിക്ക് കാരണം ഗുരുശാപമാണെങ്കിൽ അതിന് പരിഹാരം ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ചെയ്യുക. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ വീടും. അച്ചട്ട കർമ്മം, അച്ചട്ട പൂജ നിങ്ങൾ ചെയ്തു നോക്കുക. വേറെ ഒന്നും തന്നെയില്ല ഇതിൽ പ്രത്യേകതയായിട്ട്. നിത്യവും ഒരു സിലബസ് വെച്ചുകൊണ്ട് എഴുന്നേൽക്കണം. ഒരു 5:30 ഇങ്ങനെ എഴുന്നേറ്റ് കുളിച്ച് കുറികളൊക്കെ വരച്ച്, കുറി തൊടുന്നതൊക്കെ നമ്മുടെ നാഡീ നരമ്പുകൾക്ക് കൂടി ഫലം ചെയ്യുന്നതാണ്. ഭസ്മവും ചന്ദനവും കുങ്കുമവും എല്ലാം വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയല്ല ഇതെല്ലാം തൊടുന്നത്. 72,000 നാഡീ നരമ്പുകൾക്ക് ഊർജം കൊടുക്കുന്നതാണ് മഞ്ഞളും കുങ്കുമവും എല്ലാം. പണ്ട് കാലത്ത് വിശ്വാസപ്രകാരം പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് വിശ്വാസമായി കണ്ടു. ഭസ്മം ശിവനാണ്, ചന്ദനം മഹാവിഷ്ണുവാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. സത്യത്തിൽ അത് ശാസ്ത്രീയത തന്നെയായിരുന്നു. ആ കുളിച്ചു കുറി തൊട്ട് നമ്മളുടെ പൂർവികരെ ആചരിക്കുക. 21 തലമുറയ്ക്ക് ഇപ്പുറത്തുള്ള സകല പിതൃക്കളെ 3 കഷ്ണം ദർഭ വെച്ച് അർഘ്യം കൊടുക്കുന്ന ക്രിയ ഞാൻ മുൻ എപ്പിസോഡിലെല്ലാം പ്രതിപാദിക്കേണ്ടായി. അത് കണ്ടുപഠിച്ചെന്നെ ചെയ്യണം. വെറുതെ ഒരു എപ്പിസോഡല്ല, ഓരോ എപ്പിസോഡും കണക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കടക്കെണിക്ക് അജ്ഞത മാറി നിൽക്കുന്ന ആ അജ്ഞത എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എപ്പിസോഡാണ് ഓരോ എപ്പിസോഡും ഞാൻ കടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഗുരുവിൻ്റെ ശാപത്താലാണ് നമ്മൾക്ക് കടക്കെണി വന്നതെങ്കിൽ അതിന് പരിഹാരമാണ് ഇന്നത്തെ എപ്പിസോഡ്. ആ ഗുരുവിനെ, ആ പിതൃക്കളെ ബലി തർപ്പണത്തിലൂടെ ചെയ്ത് മാസത്തിൽ ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കുള്ള വഴികൾ ഭഗവാൻ മഹാദേവൻ തെളിയിച്ചു തരും. നമ്മൾ അവിടെ ഭഗവാനെ അപേക്ഷിക്കണം. കുട്ടി കരയുമ്പോഴാണ് പാല് അമ്മ കൊടുക്കുക എന്ന പോലെ നമ്മൾ അവിടെ ഭഗവാനോട് അപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് നേരെ കണ്ണു തുറക്കുള്ളൂ. കുളിപുര ജപാദികളെല്ലാം കഴിഞ്ഞ് ഗുരുവിളക്ക് കൊളുത്തണം. അധികാലത്ത് തന്നെ ഗുരുവിളക്ക് കൊളുത്തണം. കൊളുത്തിക്കൊണ്ട് ഭഗവാന്റെ ഗുരുവിൻ്റെ, ആ ഗുരുവിനെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിനെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയിട്ടുള്ള ഗുരുക്കന്മാരെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ സിദ്ധന്മാരെ സങ്കല്പിക്കുക. ഏതായാലും ഗുരു എന്ന സങ്കല്പത്തിൽ ഗുരു 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 ഏറ്റവും എൻഡിൽ വരുമ്പോൾ ശ്രീ മഹാദേവൻ്റെ ചൈതന്യമായി അവിടെ കാണും. ഗുരുവിൻ്റെ ഗുരു ശ്രീ മഹാദേവനാണ്. അപ്പം അദ്ദേഹത്തിനൊരു വിളക്ക് സങ്കല്പിച്ച്, എല്ലാ ഗുരുവിനെയും സങ്കല്പിച്ച്, ആരെ പൂജിക്കുന്നതിലും ഉപരി എൻ്റെ ഗുരുവിനെ സങ്കല്പിച്ച് നമ്മൾ പൂജ ചെയ്യുക. നിങ്ങൾക്കറിയുന്ന പോലെ പഞ്ചാലങ്കാരം പൂജിക്കുക, പുഷ്പിടുക. അതിനുതകുന്ന മന്ത്രമാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് അനവധി വർഷങ്ങളോളം പിന്നാലെ പാദപൂജ സേവ ചെയ്തിട്ട് അവരുടെ വായിൽ നിന്ന് കനിഞ്ഞു കിട്ടിയ ഓരോ അറിവുകളും ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. കാരണം ഈ അറിവുകളെല്ലാം എന്നാലെ നശിക്കാതെ മറ്റുള്ള സമൂഹത്തിന്, ഹിന്ദുധർമ്മം അത് തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ ലോകത്തെ വെടിയുക. ആ ഗുരുശാപം കടക്കെണികൾക്ക് തീർച്ചയായും കാരണമായിരിക്കും. ഗുരുവിൻ്റെ ശാപമുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വസ്ഥത, സമാധാനം ഉണ്ടാവില്ല. കടക്കെണിയിൽ നിന്ന് നമ്മൾ കരകയറില്ല. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ വിദ്യ പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല, ഒരു തൊഴിൽ പഠിപ്പിച്ച ആളായാലും, ഒരു വക്കീലിനെ സംബന്ധിച്ച് ആ അറിവുകൾ പകർന്നു തരുന്ന ആളും ഗുരുവാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് അറിവുകൾ പകർന്നു തരുന്ന ഗുരുവാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ശാപവും ആവാം, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ചിന്തിക്കുന്ന ഗുരുക്കന്മാരുടെ പാപങ്ങളുമാവാം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കടക്കെണിക്ക് കാരണം അതിന് ബദലായി ചെയ്യുന്ന ക്രിയ, വിളക്ക് കൊളുത്തി പഞ്ചാലങ്കാരം പൂജിച്ച് അറിയാവുന്ന അർച്ചനകൾ ചെയ്ത് ഇനി പറയുന്ന മന്ത്രത്താൽ നിങ്ങൾ അർച്ചന ചെയ്ത് നമസ്കരിക്കുക. ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ സങ്കല്പിച്ച് ഈ മന്ത്രം പറയാം. ഓം ഭ്രാം ബൃഹസ്പതയേ നമഃ. ഓം ഭ്രാം ബൃഹസ്പതയേ നമഃ. ഓം ഭ്രാം ബൃഹസ്പതയേ നമഃ. ഇങ്ങനെ 108 തവണ പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യുക. ഇനി പുഷ്പങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ആ പാദത്തിലേക്ക് അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള ഗുരുശാപങ്ങളെല്ലാം തീർത്ത് ഈ കടക്കെണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എൻ്റെ പൊന്നു ഗുരുനാഥ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. 108 തവണ ചൊല്ലുക. അതിനുശേഷം ഗായത്രി ചൊല്ലണം. 108 തവണ ഗായത്രി.
ഛന്ദസ്സോടുകൂടി ചൊല്ലുക. അതിൻ്റെ ഗായത്രി മൃഗമുദ്ര ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ച് ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദഃ ശ്രീ ഗായത്രി ദേവത ഇങ്ങനെ ചൊല്ലിയ ശേഷം ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദഃ പരമാത്മാ ദേവത എന്ന സങ്കല്പത്തിൽ ചൊല്ലുന്നവരുമുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ മന്ത്രങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 108 തവണ ഗായത്രി ചൊല്ലുക. ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇങ്ങനെ 108 തവണ ചൊല്ലുക. ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദഃ സവിതാ ദേവത ഇങ്ങനെയും ചൊല്ലാം. 2-3 തരത്തിലൊക്കെ ഗായത്രി ചൊല്ലുമെന്ന് കേട്ടിട്ടുണ്ട്. കൂടുതലും സവിതാ ദേവതയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഗാദിനോ വിശ്വാമിത്ര ഋഷി ശിരസിൽ തൊടുക. ഗായത്രി ഛന്ദഃ മൂക്കിനും ഈ ചുണ്ടിനും ഇടയ്ക്കുള്ള സ്പേസിൽ, ബാക്കി 3-ാമത് നെഞ്ചത്ത് സവിതാ ദേവത. ഈ മന്ത്രം 108 തവണ ചൊല്ലുക. തീർച്ചയായും ഗുരുശാപങ്ങളാണ് നിങ്ങളുടെ കടങ്ങൾക്ക് കാരണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടിയിരിക്കും. അച്ഛനാണ് ഗുരുവിനാണ് സത്യം. ശ്രീ പരമാത്മാവ് ഗായത്രി ദേവി ബൃഹസ്പതി നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടുവാൻ നിങ്ങൾക്ക് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബഭദ്രകാളി അമ്മയോട് നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.